52% പുരുഷന്മാരിൽ സ്ഥിരമായി കാണുന്ന ഒരു പ്രശ്നമാണ് പോസ്ട്രേറ്റ് പ്രോബ്ലം. പക്ഷേ ശരിയായ ചില യോഗ പോസ്റ്റേഴ്സ് നമ്മൾ സ്ഥിരമായി അനുഷ്ഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഫലം അതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. നമസ്തേ, ഞാൻ സന്തോഷ്. സാധാരണ 50 വയസ്സ് കഴിഞ്ഞാൽ, മധ്യവയസ്സ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ കാണുന്ന ഒരു പ്രശ്നമാണ് ഈ പോസ്ട്രേറ്റ് വീക്കം, പോസ്ട്രേറ്റിന്റെ വളർച്ച. അതുമൂലം യൂറിനറി ബുദ്ധിമുട്ട്, മൂത്രം ഒഴിക്കാൻ ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. ഇതൊക്കെ ഇന്ന് നല്ലൊരു റിലീഫ് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ചില യോഗ പോസ്റ്റേഴ്സ് ആണ് ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക, അതിന്റെ ബ്രീത്തിങ് ലെവലെല്ലാം മനസ്സിലാക്കുക. പോസ്റ്റേറ്റ് പ്രശ്നങ്ങൾക്ക് നമുക്ക് സ്ഥിരമായിട്ട് ചെയ്യാവുന്ന കുറച്ച് യോഗ പോസ്റ്റേഴ്സ് ആണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് ചമ്പളം പടഞ്ഞ് സുഖാസനത്തിൽ ഇങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് കാലുകൾ ചേർത്ത് ഇതുപോലെ ചേർത്ത് വയ്ക്കും. പാദങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് ശരീരത്തോട് അടുപ്പിക്കുക. കൈകൾ ഇങ്ങനെ കോർത്ത് പിടിച്ചിട്ട് ശരീരത്തോട് അടുപ്പിച്ച് ഇങ്ങനെ മൂവ് ചെയ്യുക, ബട്ടർഫ്ലൈ. ഇതുപോലെ നമുക്കൊരു 20 ടൈംസ് ഒരു സ്ട്രെച്ചിൽ ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് പതുക്കെ ഫ്രണ്ടിലേക്കൊന്ന് മൂവ് ചെയ്യും. പതുക്കെ എക്സേൽ ചെയ്തുകൊണ്ട് ഒരു 5 സെക്കൻഡ്സ് ഇങ്ങനെ നിന്ന ശേഷം വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് വരാം. എന്നിട്ട് വീണ്ടും നമുക്ക് ഇതുപോലെ മൂവ് ചെയ്യാം. ഇങ്ങനെ 5 റൗണ്ട് നമുക്ക് ഈ സീക്വൻസ് നമുക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഒരു യോഗ പോസ്റ്റർ ചെയ്യാം. സേഹത് ബന്ധാസന എന്നാണ് ഇതിന്റെ പേര്. കാലുകൾ മടക്കി ബട്ടക്സിന്റെ അടുത്ത് വയ്ക്കുക. കൈകൾ രണ്ടും കാലുകൾ പിടിക്കുക. കാലുകൾ പിടിക്കാൻ പറ്റാത്തവരാണെങ്കിൽ പറ്റുന്ന പോലെ കൈകൾ പ്ലേസ് ചെയ്താൽ മതി. അതിനുശേഷം നമ്മുടെ ബട്ടക്സ് പോർഷൻ മുകളിലേക്ക് ഉയർത്തുക. കൈകളിൽ വെള്ളം കൊടുത്തുകൊണ്ട് സാവകാശം ഉള്ളിലേക്ക് ഊന്നി പൊങ്ങുക. മാക്സിമം സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് നോർമലായിട്ട് ശ്വാസോച്ഛ്വാസം നമുക്ക് ചെയ്യാം. 20 സെക്കൻഡ്സ് ഒക്കെ ഇങ്ങനെ നിന്ന ശേഷം സാവകാശം പൂർവ്വസ്ഥിതിയിലേക്ക് വരാം. ഞാൻ ഒന്നുകൂടി കാണിക്കാം. ബട്ടക്സ് പോർഷൻ സാവകാശം ഉയർത്തുക, മാക്സിമം സ്ട്രെച്ച് ചെയ്ത് നിൽക്കുക. നോർമലായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യും. 20 സെക്കൻഡ്സ് ഇങ്ങനെ നിന്ന ശേഷം പൂർവ്വസ്ഥിതിയിലേക്ക് ചെയ്യും. ഇതൊരു 5 റൗണ്ട് നമുക്ക് ചെയ്യാം. അതിനുശേഷം കാലുകൾ നേരെയാക്കുക. വലത് കാലം മടക്കി ബട്ടക്സിന്റെ അടുത്തുണ്ട്. കൈകൾ മുട്ടിന്റെ താഴെയായിട്ട് കോർത്ത് പിടിച്ച് ശ്വാസം കളഞ്ഞ് നെഞ്ചിലോട്ടടിക്കും. എന്നിട്ട് ശ്വാസം കളഞ്ഞുകൊണ്ട് തലയിൽ ഉയർത്തിക്കൊണ്ട് താടി ഭാഗം മുട്ടിന്റെ അവിടെ മുട്ടിക്കുക. മുട്ടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പറ്റുന്ന പോലെ വന്ന് ചെയ്യും. ട്വന്റി സെക്കൻഡ്സ് പൊസിഷനിൽ നിന്ന ശേഷം ശ്വാസം എടുത്തുകൊണ്ട് കാലുകൾ റിലീസ് ചെയ്യും. എക്സേൽ ചെയ്ത് അടുപ്പിക്കാം. പൊസിഷനിൽ നോർമൽ ബ്രീത്ത് ചെയ്യാം. ഒരു 20 സെക്കൻഡ്സ് പൊസിഷനിൽ നിന്ന ശേഷം ശ്വാസം എടുത്തുകൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് വരും. കാലുകൾ മടക്കി വജ്രാസനത്തിലിരിക്കും. ശ്വാസം എടുത്തിട്ട് കൈകൾ മുകളിലേക്ക് ഉയർത്തി ശ്വാസം കളഞ്ഞുകൊണ്ട് ഫ്രണ്ടിലേക്ക് റിലാക്സ് ചെയ്ത് കിടക്കാം കുറച്ച്. അതിനുശേഷം ശ്വാസം എടുത്ത് ഉയരാം. ശ്വാസം കളഞ്ഞ് പൂർവ്വസ്ഥിതിയിലേക്ക് വരാം. അപ്പോൾ പോസ്റ്റേറ്റ് പറ്റിയ ഈ യോഗ പോസ്റ്റേഴ്സ് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുക. രാവിലെ വെറും വയറ്റിൽ നമ്മുടെ സബ്സ്റ്റിൽ എക്സസൈസ് ചെയ്ത ശേഷം വേണം ഇത് ചെയ്യുവാൻ. എൻ്റെ ബോഡി വാം അപ്പ് ചെയ്ത ശേഷം, സബ്സ്റ്റിൽ ചെയ്ത ശേഷം നമുക്ക് ഈ യോഗ പോസ്റ്റേഴ്സ് ചെയ്യാം.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇങ്ങനെയുള്ള പ്രശ്നമുള്ള നിരവധിയാണ്. അപ്പോൾ അവർക്കൊക്കെ നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതുപോലെ ഒരു ടോപ്പിക്കുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നമസ്തേ.